സയൻസ് കഴിഞ്ഞ് കുറേ കരിയേഴ്സ് പർഷ്യൂ ചെയ്യാണ്ട് എഞ്ചിനീയറിംഗ്സ്, കുറേ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസുകളുണ്ട്. മെഡിസിൻ ആണെങ്കിലും ബയോമെഡിക്കൽ ആണെങ്കിലും അതുപോലത്തെ റിലേറ്റഡ് കോഴ്സുകളാണെങ്കിൽ ജോബ് കോഴ്സുകളാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞ് കുറേ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളൊരു മിത്ത് ഉണ്ട്. ഇൻഫാക്ട് കുറച്ച് കാര്യം നോക്കുമ്പോൾ ഓപ്ഷൻസിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ റിവാർഡ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ രണ്ടും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നോട്ട് റിയലി ഈക്വൽ. ഒരു UG കോമേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു MBA ഒക്കെ ചെയ്താൽ ഒരു ലൈഫ് സെറ്റാന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കരിയറിലേക്ക് വരുള്ളൂ. പക്ഷേ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കുറേ അധികം സംസാരിക്കപ്പെടുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA US. സോ ഈ കോഴ്സിനെ കുറിച്ച് കുറേ അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം കുറേ പേര് പഠിക്കുന്നുണ്ട്. കേരളത്തിൽ ഭയങ്കരമായിട്ട് കൊമേഴ്സുകാർക്ക് ട്രെൻഡിങ് ആയി നിൽക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ മെയിൻ ഡിസ്ക്ലൈമർ വെച്ച് തുടങ്ങാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം, നമുക്ക് അപ്സ്കില്ലിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം, CMA കഴിഞ്ഞിട്ട് ഇനി എന്ത്, പിന്നെ ഏതൊക്കെ കമ്പനീസ് ഹയർ ചെയ്യും, എങ്ങനെയാണ് ഈ ഒരു കരിയറിലേക്ക് എത്തുന്നത്, ഒരു പ്ലേസ്മെന്റ് കുറിച്ച് ഓപ്പർച്യൂണിറ്റീസ് വല്ലതും ഉണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ ജോലി തെരഞ്ഞു പോകുന്നോ, ഈ ജോലിയിലെ റിലേറ്റഡ് എന്താണ് പഠിക്കേണ്ടത്, സിലബസ് എന്താണ്, എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ എങ്ങനത്തെ ജോലിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെയാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയുന്നത്. ചെറിയൊരു ഷോർട്ട് സെഷൻ ആയിരിക്കും. മൈ നെയിം ഇസ് ആരിഫ് ഉള്ളാഡ്. വെൽക്കം ടു അനദർ സെഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഷെയർ മൈ പെർസ്പെക്റ്റീവ്. CMA എന്ന് പറയുന്ന കോഴ്സ്, CMA ആണെങ്കിൽ ACC ഒക്കെ ആണെങ്കിലും ഒരു ലൈഫ് എൻഡിങ്, അതായത് ഇതോടെ ഇനി പഠിപ്പ് നിർത്താന്നുള്ള ഒരു ലൈനിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു കോഴ്സാണ്. കാരണം ഇനിയിപ്പോൾ MBBS വരെ 10 കൊല്ലം പഠിച്ചിട്ടാണ് അവർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റിൽ ആവുന്നത്. നമ്മൾ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് സെറ്റിൽ ആവുമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മൾ കോൺസ്റ്റന്റ്ലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ CMA US എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ കയറിയ ഉടനെ കോളേജ് തീരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് കോഴ്സാണ്. അതുകൊണ്ട് എന്ത് പറ്റും, കോളേജ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ജോലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെത്തും. നിങ്ങളുടെ ഒബ്വിയസ് BCom ആണെങ്കിൽ BBA ആണെങ്കിൽ കോമേഴ്സ് ഡിഗ്രി ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. പിന്നെ CMAയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. CMAയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മുതൽ 9 മാസം കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. CMA US ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 പാർട്സിലാണ് എക്സാംസ് നടക്കുക. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ ഒരു ബേസിക് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ ഭയങ്കര താല്പര്യമാണെങ്കിൽ, നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിലൊക്കെ നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം ചെയ്ത് അപ്സ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് കോഴ്സാണ് CMA. പക്ഷെ നിങ്ങൾ കൂടുതൽ ഫിനാൻസിലാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മാറിയിട്ട് കോളേജിൻ്റെ കൂടെ നിങ്ങൾ FRM ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതേപോലെ 2 പാർട്സിലായി ഡിവൈഡ് ചെയ്തിട്ടുള്ള FRMൻ്റെ കോഴ്സ് ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുക. എന്തായാലും നിങ്ങൾക്കത് പോയി കാണാവുന്നതാണ്. ഞാൻ SRCCയിൽ പഠിച്ചതുകൊണ്ട് അവിടുത്തെ ട്രെൻഡ് ബേസിക്കലി കണ്ടുവരുന്നത് CMA ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കര കുറവാണ്. ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് FRMഉം CFAയും ഡയറക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കോളേജ് കഴിഞ്ഞ് നിങ്ങൾ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഒരിക്കലും CMAയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ പാർട്ട് ടൈം ജോലിയുടെ കൂടെയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുന്നതിൻ്റെ കൂടെ പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോളേജിലാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഒരു കോഴ്സാണ് CMA. അപ്പോൾ നമുക്ക് CMA പ്രൊഫഷണലിൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അക്കൗണ്ടിങ്ങിൽ താല്പര്യമുള്ളവർ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് നല്ല ജോലി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, റിസ്ക് മാനേജ്മെന്റ്, പെർഫോമൻസ് അനാലിസിസ്, ഈ 4-5 ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഡീപ്പ് ഡൈവിൻ ചെയ്യാൻ പറ്റും. അനദർ ഗുഡ് പാർട്ട് ഓഫ് CMA എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMA ഇന്ത്യയിൽ മാത്രമല്ല അക്രഡിറ്റഡ്. CMA സർട്ടിഫിക്കേഷൻസ് ഉള്ളവർക്ക് 150-ലധികം കൺട്രികളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ആകെയുള്ള ഒരു പാട് അവിടെ വരെ എത്തിപ്പെടാനുള്ളതാണ്. അവിടെ ഒരു ജോലി കിട്ടാൻ മാത്രമേ പാടുള്ളൂ. പക്ഷെ ലീഗലി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ആ ഒരു പ്രൊഫഷണലിസം ഈ ഒരു കോഴ്സിനുണ്ട്. CMAയുടെ കുറച്ച് ബേസിക് ഐഡിയ കിട്ടിയത് ഇനി നമുക്ക് പഠിക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 6 മാസം മുതൽ 9 മാസം കൊണ്ട് 2 പേപ്പർ എഴുതിയെടുക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഡീറ്റെയിൽ, അതായത് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുന്നത് അത്ര നല്ല കാര്യമല്ല. നിങ്ങൾ കോളേജിൻ്റെ കൂടെ പഠിക്കുക അതല്ലെങ്കിൽ ജോലിയുടെ കൂടെ പഠിക്കുന്നതാവും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് Zell Education ആണ്. Zell Educationലെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും തരുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ റെസ്യൂമെ പ്രിപ്പറേഷൻ മുതൽ ലിങ്ക്ഡിൻ ബിൽഡിംഗ് മുതൽ സോഫ്റ്റ് സ്കിൽ പ്രിപ്പറേഷൻ, മോക്ക് ഇന്റർവ്യൂസ് വരെ അവർ ചെയ്യുന്നുണ്ട്. കാരണം CMA ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ 150 കൺട്രീസ് കുറേ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ കയറണമെങ്കിൽ ഈ കാര്യങ്ങൾ CV ബിൽഡിങ്ങും മോക്ക് ഇന്റർവ്യൂസും അതുപോലത്തെ കാര്യങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി അവരുടെ കയ്യിൽ തന്നെ പ്ലേസ്മെന്റ് ടോപ്പ് കമ്പനീസ്, Big 4 കൺസൾട്ടിങ് ഫേംസും Big 4 ഫേംസ് എല്ലാവരും ഹയറിങ്ങിന് വരുന്നുണ്ട്. മാസീവ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ് നടത്തുന്നുണ്ട്. 100-ൽ പരം റിക്രൂട്ടിംഗ് കമ്പനീസുമായിട്ട് 2500-ൽ പരം സ്റ്റുഡൻസ് ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട് അവരുടെ കൂടെ പഠിച്ചു പോയിട്ട്. നിങ്ങൾ ഫ്ലെക്സിബിൾ ആയ ക്ലാസ്സസ് ചൂസ് ചെയ്യുക, വീക്കെൻഡ് ക്ലാസ്സസോ വീക്ക് ഡേ ക്ലാസ്സസോ. നോ കോസ്റ്റ് EMI പ്ലാൻസ് ഉണ്ട് ഒബ്വിയസ്ലി. Zell is a gold certified partner for US CMA also. നിങ്ങൾക്ക് Zell Educationലെ ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻറ്
മെന്റർ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുന്ന എല്ലാ പ്രൊഫസേഴ്സും CMA US സർട്ടിഫൈഡ് ലൈസൻസ് പ്രൊഫഷണൽസ് ആണ്. പിന്നെ നിങ്ങൾക്കായിട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലും ഉണ്ട്. അത് AI ഡ്രിവൺ ക്വസ്റ്റ്യൻ സോൾവിങ്, നിങ്ങൾക്ക് മോക്ക് എക്സാംസ് ഒക്കെ നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ സെൽ എഡ്യൂക്കേഷൻ്റെ ബാച്ച് സൈസ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് CMAയുടെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ സെൽ എഡ്യൂക്കേഷൻ്റെ ഫ്രീ കൗൺസിലിംഗ് സെഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നോക്കുക. ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ യു ഗൈസ്. സോ പഠിക്കുന്ന കാര്യമായി. ഇനി നമുക്ക് റിക്രൂട്ടിംഗ് കമ്പനീസ് ആരൊക്കെ, ഇത് നിങ്ങൾ അറിയണമല്ലോ. നിങ്ങൾ ഒരു കാര്യം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആരാണ് ബിഗ് പ്ലേയേഴ്സ് എന്ന് അറിഞ്ഞിരിക്കണം. ബിഗ് 4 അക്കൗണ്ടിങ് ഫേംസ് ഹയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കയറി പറ്റാൻ പറ്റില്ല. കുറച്ച് ടഫാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗ് 4 അക്കൗണ്ടിങ് ഫേംസ് ഹയർ ചെയ്യുന്നത് ഡെലോയിറ്റ്, PwC, EY, KPMG. MNCസും ഹയർ ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി. ആമസോൺ, മൈക്രോസോഫ്റ്റ്, യൂണിലിവർ, P&G. ഫിനാൻഷ്യൽ സർവീസ് ഫേംസ് ആയ JP Morgan, ഗോൾഡ്മാൻ സാക്സ്. മാനുഫാക്ചറിംഗ് ഫേംസ് ടാറ്റ സ്റ്റീൽ, ബോഷ്, ജനറൽ ഇലക്ട്രിക്, കുറേ വലിയ വലിയ പേരുള്ള കമ്പനീസ് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹയർ ചെയ്യുന്നതുകൊണ്ട് കാര്യം മാത്രമല്ലല്ലോ, നമുക്ക് സാലറി എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ. ഇന്ത്യയിൽ നിങ്ങൾക്കൊരു എൻട്രി ലെവൽ CMA പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആനുവൽ പാക്കേജ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 6 ലക്ഷം തന്നെ ഐ തിങ്ക് ഇറ്റ്സ് a bit higher on the higher side. Somewhere around 5 to 5.5 lakhs വെച്ച് നിങ്ങൾക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മിഡ് ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 12 to 20 LPA വരെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ് എത്താൻ പറ്റും. മിഡ് ലെവൽ എന്ന് പറയുന്നത് 3 to 5 years വർക്ക് എക്സ്പീരിയൻസ് ആണ്. പിന്നെ സീനിയർ ലെവൽ CFO, ഡയറക്ടർ ഓഫ് ഫൈനാൻസ്, അതുപോലത്തെ ഹെഡ് ഫിനാൻസ് റോൾസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 LPA വരെ കിട്ടാൻ പറ്റും. പക്ഷേ ഒരു ക്യാച്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും CMA കൊണ്ട് ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂല. അപ്സ്കിൽ ചെയ്യണം, CPA വെച്ചോ അതല്ലെങ്കിൽ വേറെ കോഴ്സസ് വെച്ചോ. അപ്സ്കില്ലിനെ കുറിച്ച് വാട്ട് ആഫ്റ്റർ CMA എന്നതിനെ കുറിച്ച് ലേറ്റർ ഞാൻ പറയുന്നത് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ശ്രദ്ധിക്കുക. ഇൻ അതർ കൺട്രീസ് CMAയുടെ US സാലറി എന്ന് പറയുന്നത് 110K USD എന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ജോലി പ്ലേസ്ഡ് ആയി കിട്ടാനാണ് ടഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ കൂടെ തീർക്കുക, 1-2 വർഷം വർക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കൺട്രി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ദാറ്റ് ബി എ വെരി ഗുഡ് നെയിം. ഈ 1-2 വർഷം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ബിഗ് നെയിം ആയിരിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം നല്ല റെപ്യൂട്ടഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നോക്കുക. മിഡിൽ ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഞാൻ കാണുന്നത് ഇതുപോലത്തെ കോഴ്സുകൾ. പ്രൊഫഷണൽസിനും ഒക്കെ പെട്ടെന്ന് കിട്ടാനും പറ്റും. നിങ്ങൾക്ക് അത്രയും കണക്ഷൻസും കാര്യങ്ങളൊന്നും വേണ്ട, റിസ്ക്കും കമ്പാരിറ്റീവ്ലി കുറവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 25 to 40 LPA ഇന്ത്യൻ റുപ്പീസിൻ്റെ സാലറി നിങ്ങൾക്ക് ആനുവലി കിട്ടാൻ പറ്റും. റിലേറ്റീവ്ലി സിമ്പിൾ ആണ്. സോ ഇനി നമുക്ക് ജോബ് റോൾസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ CMA പ്രൊഫഷണൽസിന് സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ ഏത് പ്രൊഫൈലിലേക്കാണ് ഹയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ആനലിസ്റ്റ് ഒക്കെ ആയിട്ട് ഹയർ ചെയ്യും. കോസ്റ്റ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ CFA ഇസ് എ വെരി ഹൈ ലെവൽ റോൾ. അതിലേക്കൊന്നും നിങ്ങൾ എത്താൻ പോകുന്നില്ല. ഗൂഗിളിൽ കുറേ കാര്യങ്ങൾ കാണും. അപ്പോൾ കുറേ അപ്ഗ്രേഡേഷൻ ചെയ്ത് 10-20 വർഷം വർക്ക് എക്സ് ഒക്കെ ഉണ്ടായാലും CFO ലെവൽക്കൊക്കെ എത്താൻ പറ്റും. വേറൊരു ഓപ്ഷൻ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആവാൻ പറ്റും. എന്നെ പോലെ ഫിനാൻസിൽ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, റിലേറ്റഡ് കൺസൾട്ടിങ്, ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടിങ്ങിലേക്കൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. CMA സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങളൊരു എംപ്ലോയബിൾ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ CMA പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ബിഗ് കമ്പനീസിൽ കയറിയിട്ട് നിങ്ങൾ അത്ര പെട്ടെന്ന് രക്ഷപ്പെടും. അവിടെ കയറിയിട്ട് പഠിക്കാണ്ട് Power BI, Table, Python ഈ 3 സ്കിൽസ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഈ 3 ടൂൾസ് വെച്ചിട്ടാണ് ഈ എല്ലാ കമ്പനീസിലും വർക്ക് നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നത്, പഠിച്ച് നോക്കാവുന്നത് എന്തായാലും ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടിങ്ങിലേക്കാണ്. അത് ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്നിട്ട് ഒരു ഷേഡി ഏരിയ ആയതുകൊണ്ട് നിങ്ങൾ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലധികം ഓപ്ഷൻസ് ചിലപ്പോൾ തുറന്നു വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഭാവിയിലെ കാര്യമാണ്. പിന്നെ അപ്ഗ്രേഡേഷന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് CFA ഉണ്ട്, CPA ഉണ്ട്. CPA എന്ന് പറഞ്ഞാൽ പ്യുവർ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിലോട്ട് പോകും. CMA എടുത്തവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അവരുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി കരിയർ സ്വിച്ച് ചെയ്ത് ഫിനാൻസിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CFA എടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ESG അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ബൂം വരാൻ പോകുന്നതെന്നാണ് എനിക്ക് അക്കൗണ്ടിങ് ഫിനാൻസ് ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. സോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ CMA US എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള കോഴ്സാണ്. അപ്പോൾ ദി ടഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉള്ള സെൽ എഡ്യൂക്കേഷനെ പോലെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ നോക്കുക. പിന്നെ CMA US കൊണ്ട് മാത്രം ജീവിതം കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ള ഒരു ലൈനിൽ നിൽക്കരുത്. 1-2 വർഷം വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്സ്കിൽ ചെയ്യാൻ നോക്കുക. CFA ഓ CPA ബേസ്ഡ് ഓൺ യുവർ ഇൻട്രസ്റ്റ്. 1-2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എഡ്യൂക്കേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ മീറ്റ് ഇൻ അനദർ സെഷൻ.